Dear students, welcome to the class of Engineering Thermodynamics. In this class, we will discuss the topics thermodynamic properties, state of a system, then thermodynamic process, cycle, then point function and path function. First one, thermodynamic properties. Thermodynamic property refers to the characteristic which can be used to describe the condition or state of a system. Example, temperature, pressure, volume, mass, etc. തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റിലെ സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. സിസ്റ്റം കണ്ടാൽ മനസ്സിലാവും എന്താണ് ഒരു സിലിണ്ടർ സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. സിലിണ്ടർ അതിന് എന്തുണ്ട് ഒരു പിസ്റ്റൺ ഫിറ്റ് ആയിട്ടുണ്ട്, ഗ്യാസ് ട്രാപ്പ് ആയിട്ടുണ്ട്. ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഡാഷഡ് ലൈനായിട്ട് കാണിച്ചതാണ് സിസ്റ്റം ബൗണ്ടറി. ലാസ്റ്റ് ക്ലാസ് ഇതൊക്കെ പറഞ്ഞതാണ്. ഇനി ഇതിനെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിനെ എനിക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും? അതിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, മാസ് ഇത് സ്പെസിഫൈ ചെയ്താൽ ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്തു. ആ സിസ്റ്റത്തിൻ്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ആ സിസ്റ്റത്തിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പറയുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്, മാസ് 2 കിലോഗ്രാം ആണ്, വോളിയം 1.5 മീറ്റർ ക്യൂബാണ്. ആ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വേരിയബിൾസിനെയാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ, വോളിയം, മാസ് സ്പെസിഫൈറ്റ് ആണ്. ഓക്കെ, അതാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ആർ ഇറ്റ് ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഡിസ്ക്രൈബിങ് എ സിസ്റ്റം. തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അതൊരു മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് പ്രഷർ മെഷർ ചെയ്യുക, പ്രഷർ ഗേജ്, ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, തെർമോമീറ്ററിലും തെർമോകപ്പിൾ. അതേപോലെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് യുണീക്ക് വാല്യൂ വെൻ ദ സിസ്റ്റം ഈസ് ഇൻ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഒരു സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു യുണീക്ക് സ്റ്റേറ്റ് ആണ്, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിന് ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പറ്റുള്ളൂ. മീൻസ് നേരത്തെ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ ഒരു ഫിക്സഡ് വാല്യൂ, അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിന് വരാൻ വേണ്ടി പറ്റൂല. തേർഡ് വൺ, ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഫോളോഡ് ടു അറ്റൈൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. മീൻസ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഫംഗ്ഷനാണെന്ന് പറയുന്നത്. ഈ തേർഡ് പോയിൻറ്റിൻ്റെ മീനിങ് നമ്മളിനി പോയിൻ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ തേർഡ് പോയിൻ്റ് മീനിങ് മനസ്സിലാവും. അതേപോലെ ഇറ്റ്സ് ഡിഫറൻഷ്യൽ ഈസ് എക്സാക്റ്റ്. ഒരു പ്രോപ്പർട്ടി, ഒരു ഗിവൺ ക്വാണ്ടിറ്റി പ്രോപ്പർട്ടി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡിഫറൻഷ്യൽ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സിൻസ് എ thermodynamic property is a function or state of the system, it is referred to as point function or state function. ഈ ഒരു തേർഡ് പോയിൻ്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പോയിന്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതെന്താണ് കറക്റ്റായിട്ട് മനസ്സിലാവും. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടീസ്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആർ കൺസിഡേർഡ് ടു ബി എയ്തർ ഇൻറ്റൻസീവ് ഓർ എക്സ്റ്റൻസീവ്. ഈ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നാണ്. ഓക്കെ, ആദ്യം ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി നോക്കാം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മാസ് ഓഫ് ദ സിസ്റ്റം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സിസ്റ്റത്തിൻ്റെ മാസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻറ്റ്, സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ്സ് വാല്യൂ റിമെയിൻസ് ദ സെയിം വെദർ വി കൺസിഡർ ദ ഹോൾ സിസ്റ്റം ഓർ പാർട്ട് ഓഫ് ദി സിസ്റ്റം. എക്സാമ്പിൾ പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ ഞാനൊരു സിസ്റ്റം കാണിച്ചിട്ടുണ്ട്, ഹോൾ സിസ്റ്റം. ഈ
ഡാഷ്ഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്ന ബൗണ്ടറിക്കകത്തുള്ളതാണ് ഹോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിലൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഞാൻ ഈ ഹോൾ സിസ്റ്റം കൺസിഡർ ചെയ്താലും സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് മാത്രം കൺസിഡർ ചെയ്താലും സെയിം വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള സിസ്റ്റമാണ്. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള സിസ്റ്റമാണ് പറയുന്നത്. നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മീൻസ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിന് 3 ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഞാൻ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ത്രൂ ഔട്ടായിട്ട് സെയിം ടെമ്പറേച്ചർ ഉണ്ടാവും. ഓക്കെ, സെയിം ടെമ്പറേച്ചർ ആയിരിക്കും. അതേപോലെ ഇതിൽ ഈ സിസ്റ്റത്തിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവില്ല. മീൻസ് പ്രഷർ ഗ്രേഡിയൻറ്റ് ഉണ്ടാവില്ല. സെയിം പ്രഷർ ത്രൂ ഔട്ടായിരിക്കും. അതേപോലെ ഇതിൽ കെമിക്കൽ റിയാക്ഷൻസോ ഡിഫ്യൂഷനോ അങ്ങനെയൊന്നും നടക്കുന്നില്ല. അതാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തെർമോഡൈനാമിക്സ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷൻ മാത്രമാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുന്ന ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ ഹോളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിലും സെയിം ടെമ്പറേച്ചർ ആയിരിക്കും. അതേപോലെ പ്രഷർ ആണെങ്കിലും ഡെൻസിറ്റി ആണെങ്കിലും വിസ്കോസിറ്റി ആണെങ്കിലും ഹോൾ ഓഫ് ദ സിസ്റ്റം കൺസിഡർ ചെയ്താലും ഒരു പോർഷൻ കൺസിഡർ ചെയ്താലും സെയിം വാല്യൂ ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് ദ സിസ്റ്റം. അത്തരം പ്രോപ്പർട്ടീസിനെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി സിസ്റ്റം. Extensive properties depends on the size or extent of the system. If the size is increased, the value of extensive property also increases. Example, total mass, total volume, total momentum, etc. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ സൈസിനല്ല മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ സിസ്റ്റത്തിൻ്റെ സൈസ്, ഇതിൻ്റെ സൈസ് ഞാൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. സിസ്റ്റത്തിൻ്റെ സൈസ് കുറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വാല്യൂ പ്രോപ്പർട്ടി, ആ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിൻ്റെ വാല്യൂയും കുറയും. ഓക്കെ, അതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാൻ ഈ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പം മാസ് ഞാൻ 2 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയം 1.5 മീറ്റർ ക്യൂബ്. ഇതിനെ ഞാൻ നേരെ നടുക്കുന്ന സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സെപ്പറേറ്റ് ആക്കുന്നത്. ആ സമയത്ത് എന്തായി? മാസും പകുതിയായി, വോളിയം പകുതിയാവും. മീൻസ് അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സിസ്റ്റത്തിൻ്റെ എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരം പ്രോപ്പർട്ടീസിനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. An easy way to determine whether a property is intensive or extensive is to divide the system into 2 equal parts with an imaginary partition. Already പറഞ്ഞു കഴിഞ്ഞതാണ്. Each part will have the same value of intensive property as the original system but have the values of extensive property. ഒരു പ്രോപ്പർട്ടി ഇൻറ്റൻസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിനെ 2 ഈക്വൽ പാർട്ടാക്കുക. 2 ഈക്വൽ പാർട്ടാക്കുന്ന സമയത്ത് അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ 2 പാർട്ടിനും സെയിം വാല്യൂ തന്നെയായിരിക്കും ഉണ്ടാവുക. എക്സ്റ്റെൻസീവ് ആണെങ്കിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ അതിന് പകുതിയായിട്ടുണ്ടാവും. ഇവിടെ ഞാനൊരു സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഹോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ഒരു ഇമാജിനറി പാർട്ടീഷൻ വെച്ചിട്ട് 2 പാർട്ടാക്കുന്ന സമയത്ത്, 2 ഈക്വൽ പാർട്ടാക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തു? മാസ് 1/2 mi, വോളിയം 1/2 vi. പക്ഷെ ടെമ്പറേച്ചർ, പ്രഷർ എന്തൊക്കെയാണ്? ഇവിടെയായാലും സെയിം വാല്യൂ ആണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണ് പ്രഷർ, ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്. അതെന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മറ്റേത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അടുത്തത് സ്പെസിഫിക് പ്രോപ്പർട്ടീസ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് പെർ യൂണിറ്റ് മാസ് ആർ കോൾഡ് സ്പെസിഫിക് പ്രോപ്പർട്ടീസ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീനെ മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് സ്പെസിഫിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് പ്രോപ്പർട്ടീസ് അത് ഇൻറ്റൻസീവ് ആയിരിക്കും. മീൻസ് വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. സ്പെസിഫിക് വോളിയം എങ്ങനെയാണ് കിട്ടുക? സ്മോൾ വി. സ്പെസിഫിക് പ്രോപ്പർട്ടീസ് നോർമലി സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സ്മോൾ വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ V/m. ഈ കിട്ടുന്ന സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. അതായത് സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ഇൻറ്റൻസീവ് ആയിരിക്കും. അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈസ് ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് ദി സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പെസിഫിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ബൈ മാസ് ആണ്, അല്ലാണ്ട് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ബൈ മാസ് അല്ല.
മീൻസ് നമ്മൾ സ്പെസിഫിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്പെസിഫിക് പ്രഷർ എന്ന് പറയുന്ന വേർഡ് ഒരിക്കലും യൂസ് ചെയ്യൂല. ഓക്കെ, അവിടെ ശ്രദ്ധിക്കണം അത്. അടുത്തത് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. സ്റ്റേറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ദ കണ്ടീഷൻ ഓഫ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് എ സിസ്റ്റം അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് എ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ, ആ ടൈമിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണോ അതിനെയാണ് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പർട്ടിക്കുലർ ടൈമിൽ ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ എന്താണോ അതാണ് അതിൻ്റെ സ്റ്റേറ്റ്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്, അതായത് പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ സ്പെസിഫൈയിങ് ഇറ്റ്സ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് സച്ച് ആസ് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം എക്സെട്ര. ഇതൊരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിനെ ഞാൻ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണതിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, വോളിയം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, മാസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന് ആ പ്രോപ്പർട്ടീസ് അതിനൊരു ഫിക്സഡ് വാല്യൂ, ഒരു സിംഗിൾ യുണീക്ക് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി തെർമോഡൈനാമിക് വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറും. ഓക്കെ, at a given state all the properties of a system have fixed value. If the value of one property changes, the system will changes to different state. ഇവിടെ ഞാൻ പിസ്റ്റൺ മൂവ് ചെയ്തു, പിന്നെ ആ സമയത്ത് എന്ത് ചെയ്തു? വോളിയം ചേഞ്ച് ചെയ്തു. വോളിയം ഇവിടെ 1.5 മീറ്റർ ക്യൂബാണ്, ഇവിടെ 2.5 മീറ്റർ ക്യൂബാണ്. ഓക്കെ, എന്താണ് ഇതൊരു സ്റ്റേറ്റ് ആണ്. ഇത് സെയിം സിസ്റ്റത്തിൻ്റെ വേറൊരു സ്റ്റേറ്റ് ആണ്. ഏതെങ്കിലും ഒരു വേരിയബിൾ, ഏതെങ്കിലും ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, അതേപോലെ ഈ ഒരു സ്റ്റേറ്റിന് നമുക്ക് പ്രോപ്പർട്ടി ഡയഗ്രാം അതിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ കോർഡിനേറ്റായിട്ട് എടുത്തിരിക്കുന്നത് വൈ കോർഡിനേറ്റ് അതേപോലെ എക്സ് കോർഡിനേറ്റ് കാണിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് കോർഡിനേറ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക. അപ്പം വൈ കോർഡിനേറ്റ് പ്രോപ്പർട്ടി എ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് പ്രഷറായിരിക്കും അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആവാം. ഇവിടെ പ്രോപ്പർട്ടി ബി വോളിയം വരാം. ഓക്കെ, അതേപോലെ എന്ത് വേണമെങ്കിൽ വരാം. ഏത് പ്രോപ്പർട്ടി, ഏത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി നമുക്ക് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റിന് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സ്റ്റേറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, റാൻഡമായിട്ട് ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്രാഫിൽ ഒരു സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുക ഒരു പോയിൻ്റ് ആയിട്ടാണ്. ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഗ്രാഫിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ട്. അത് രണ്ടും ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ബി അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, പ്രോപ്പർട്ടി എന് ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ പ്രഷറും ഇവിടെ വോളിയമാണ് എടുക്കുന്നതെങ്കിൽ റാൻഡമായിട്ട് പറയുന്നതാണ്. ഈ സ്റ്റേറ്റ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോളിയം ഇവിടെ കിട്ടും, ഒരു പ്രഷർ ഇവിടെ കിട്ടും. ഓക്കെ, അതായത് ഈ ഒരു കോർഡിനേറ്റ് ഗ്രാഫിൽ നമുക്കെന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യൽ ഇതൊരു പോയിൻ്റ്, ഇതിൽ ഏതൊരു പോയിൻറ്റും ഒരു സ്റ്റേറ്റിനെയാണ് ആക്ച്വലി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് പ്രോസസ്സ്. When a thermodynamic system changes from one equilibrium state to another, it is said to have undergone a process. The series of states through which the system passes during a process is called path of the process. എപ്പോഴാണ് ഒരു പ്രോസസ്സ് നടന്നു പറയാം? ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന്, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ പറയുന്ന സ്റ്റേറ്റൊക്കെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് അടുത്ത ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയുക. ഇതാണ് എൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു കോർഡിനേറ്റ് സിസ്റ്റം. ഞാൻ ഇവിടെ എക്സ് കോർഡിനേറ്റ് എടുത്തിരിക്കുന്നത് വോളിയമാണ്, വൈ കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് പ്രഷറാണ്. ഇവിടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു സിസ്റ്റവും കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറയുന്ന സിസ്റ്റം തന്നെയാണ്. ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഗ്യാസ് എടുത്തിരിക്കുന്നത്. ഈ പിസ്റ്റൺ ആദ്യം ഈ ഒരു ലൊക്കേഷനിലാണ് എന്തെന്നുണ്ട്, ത്രൂ ഔട്ട് ഇത്രയും ലൊക്കേഷനിൽ നിന്നുണ്ട് ഗ്യാസ് ഉണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം V1, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രഷർ P1 വരും.
ഓക്കെ, ഇത്രയും വോളിയം ഈ കോർഡിനേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാനിവിടെ ഈ ഒരു എൻ്റെ സിസ്റ്റത്തിൻ്റെ സ്കീമാറ്റിക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ V1 എന്ന് പറഞ്ഞ വോളിയം ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രഷറും ഉണ്ട്. അതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, പിസ്റ്റണെ കംപ്രസ് ചെയ്യുന്നു. പിസ്റ്റൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗ്യാസിനെ കംപ്രസ് ചെയ്തു. കംപ്രസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, പുതിയൊരു സ്റ്റേറ്റിലെത്തി. അവിടെയിലെ വോളിയം ഡിഫറൻ്റ് ആണ്, പ്രഷർ ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്തൊരു സ്റ്റേറ്റിലോട്ട് മാറുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, ഒരു പ്രോസസ്സ് അവിടെ നടന്നെന്ന് പറയും. ഓക്കെ, ദ സീരീസ് ഓഫ് സ്റ്റേറ്റ് ത്രൂ വിച്ച് ദ സിസ്റ്റം പാസസ് ഡ്യൂറിങ് എ പ്രോസസ് ഈസ് കോൾഡ് പാത്ത് ഓഫ് ദി പ്രോസസ്. ഇപ്പം ഈ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്താനിടയ്ക്ക് ഒരുപാട് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇനീഷ്യലി പിസ്റ്റൺ ഉള്ളത്, ഫൈനലായിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഒരുപാട് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സൊക്കെ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് പ്രോസസ് പാത്ത് കിട്ടും. ഓക്കെ, ആ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്തിയ ആ പാത്ത് കിട്ടും. അതിനാണ് പാത്ത് എന്ന് പറയുന്നത്. സീരീസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇൻ ബിറ്റ്വീൻ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്, അതാണ് പ്രോസസ് പാത്ത് എന്ന് പറയുന്നത്. ടു ഡിസ്ക്രൈബ് എ process completely, one should specify the initial and final state of the process as well as the path it follows. ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇനീഷ്യൽ സ്റ്റേറ്റ് വേണം, അതേപോലെ ഫൈനൽ സ്റ്റേറ്റ് വേണം. ഇനീഷ്യൽ സ്റ്റേറ്റ് വേണം, ഫൈനൽ സ്റ്റേറ്റും വേണം, പിന്നെ അത് ഫോളോ ചെയ്യുന്ന പാത്തും വേണം. ഓക്കെ, കാരണം എനിക്ക് 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പാത്ത് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് 1 നിന്ന് 2 എങ്ങനെ എത്താം, ഇവിടുന്ന് ഇങ്ങനെ വന്നു, കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ വന്നു, പിന്നെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ മൂവ് ചെയ്യുന്നു, എന്നാലും എനിക്ക് ഇവിടെ എത്താം. അല്ലെങ്കിൽ റാൻഡമായിട്ട് വേറൊരു പാത്തിലോ കൂടി ഇവിടെ എത്താം. അതുകൊണ്ടാണ് പറഞ്ഞൊരു പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേറ്റ് വേണം, ഫൈനൽ സ്റ്റേറ്റ് വേണം, അതേപോലെ പാത്ത് ഫോളോ ചെയ്യുന്ന പാത്തും വേണം. കാരണം ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഒരു പ്രോസസ്സ് അവിടെ നടന്നു. നമുക്ക് പല രീതിയിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് എത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പാത്ത് കൂടെ സ്പെസിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. അടുത്തത് സൈക്കിൾ. വെൻ എ തെർമോഡൈനാമിക് സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് അണ്ടർഗോൺ എ പ്രോസസ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്ത് പ്രോസസ്സ് നടന്നു എന്ന് പറയും. അറ്റ് ദി എൻഡ് ഓഫ് ദി ലാസ്റ്റ് പ്രോസസ് ഇഫ് ദ സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് കംപ്ലീറ്റഡ് വൺ തെർമോഡൈനാമിക് സൈക്കിൾ. അവസാനത്തെ പ്രോസസ്സ് നടന്നിട്ട് അത് ഇവിടെ തന്നെ ഇനീഷ്യൽ തുടങ്ങിയെടുക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്, സെക്കൻഡ് പ്രോസസ്സ്, തേർഡ് പ്രോസസ്സ്. ഇനി അടുത്ത ഫോർത്ത് പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, കഴിയുന്ന സമയത്ത് ഞാൻ ആ ഇനീഷ്യൽ കണ്ടീഷനിൽ തന്നെ തിരിച്ചെത്തി. ആ സമയത്ത് എന്തായി, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതാണ് ഒരു തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. when the processes are plotted on a property diagram they form a closed contour. ഒരു തെർമോഡൈനാമിക് സൈക്കിൾ ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഡയഗ്രാം മീൻസ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എക്സ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എടുത്ത് വരക്കുന്ന ഡയഗ്രാം, അതിൽ പ്ലോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ക്ലോസ്ഡ് കോണ്ടൂർ. സൈക്കിളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തെടുക്കുക തന്നെ തിരിച്ചെത്തി. ഇവിടെ എന്താണ്, ഒരു ക്ലോസ്ഡ് കോണ്ടൂറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ദ നെറ്റ് ചേഞ്ച് ഇൻ എനി പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ഈസ് 0 ഫോർ എ സൈക്ലിക് പ്രോസസ്സ്. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് ചേഞ്ച് ഒരു സൈക്കിളിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വോളിയം ചേഞ്ച്. ഈ കംപ്ലീറ്റ് ആയിട്ട് സൈക്ലിക് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇവിടുന്ന് തുടങ്ങി തിരിച്ച് അവിടെ തന്നെ എത്തി. നെറ്റ് ചേഞ്ച് ഇൻ വോളിയം എന്താണ്, 0 ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത്. അതേപോലെ ഏതൊരു പ്രോപ്പർട്ടിയിൽ നെറ്റ് ചേഞ്ച് എന്തായിരിക്കും, 0 ആയിരിക്കും. അടുത്തത് പോയിൻ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ, പാത്ത് ഫംഗ്ഷൻ. ഇഫ് ദി വാല്യൂ ഓഫ് എ തെർമോഡൈനാമിക് വേരിയബിൾ ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഫോളോഡ് in going from one state to another then the variable is a path function. Example, heat and work. അതായത് ഒരു തെർമോഡൈനാമിക് വേരിയബിളിൻ്റെ വാല്യൂ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ 1 ഇതൊരു സ്റ്റേറ്റാണ്, ഇവിടെ 2 എന്ന് പറയുന്നത് വേറൊരു സ്റ്റേറ്റാണ്. ഞാനിപ്പം 1 നിന്ന് 2ലോട്ട് ഇതിലൊരു പാത്ത് ഇതാണ്, പ്രോസസ്സ് എ അതിൻ്റെ പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ പ്രോസസ്സ് ബി ഇതൊരു പാത്താണ്. മീൻസ് 1 നിന്ന് 2ലോട്ട്, 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് എനിക്ക് 2 പാത്ത് വഴി വരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു പാത്ത് വഴി വരുന്ന സമയത്ത് ഒരു വാല്യൂ എനിക്ക് കിട്ടുന്നു, ഒരു തെർമോഡൈനാമിക് വേരിയബിളിന് ഒരു വാല്യൂ കിട്ടുന്നു. ഞാൻ ഈ ഒരു വഴി വരുന്ന സമയത്ത് ആ സെയിം തെർമോഡൈനാമിക് വേരിയബിളിന് വേറൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയും. മീൻസ് ഞാൻ ഇവിടുന്ന് എടുത്തോട്ട് വരുന്ന പാത്തിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അത്തരം വേരിയബിൾസിനെയാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹീറ്റും വർക്കും പാത്ത് ഫംഗ്ഷനാണ്. ഇപ്പം ഇവിടെ റാൻഡമായിട്ട് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ഞാൻ പാത്ത് എ വഴി വരുന്നുണ്ടെങ്കിൽ 1 to 2 വരുന്നുണ്ടെങ്കിൽ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് 8 കിലോ ജൂളാണ്. അതേപോലെ പാത്ത് ബി വഴി വരുന്നുണ്ടെങ്കിൽ വർക്ക് 12 കിലോ ജൂളാണ്. മീൻസ് ആരെ ഡിപ്പെൻഡ് ചെയ്തു? വർക്ക് 1 നിന്ന് 2 വരുന്ന സമയത്ത് ചെയ്യുന്ന വർക്ക് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വരുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്തരം വേരിയബിൾസിനെയാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? If the value of the thermodynamic variable depends only on the end state and is independent of how the system has arrived that state or path followed, then the variable is a point function or state function. അതായത് ഞാൻ 1 നിന്ന് 2 പ്രോസസ്സ് എ വഴി വന്നാലും അല്ലെങ്കിൽ പാത്ത് ബി വഴി വന്നാലും രണ്ടിലെത്തുന്ന സമയത്ത് എനിക്ക് സെയിം വാല്യൂ ഓഫ് തെർമോഡൈനാമിക് വേരിയബിൾ ഏതാ ഞാൻ കൺസിഡർ ചെയ്യുന്ന തെർമോഡൈനാമിക് വേരിയബിളിൻ്റെ വാല്യൂ സെയിം ആണ്. അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു പാത്ത് വഴി വരുന്നത് ഏത് പാത്ത് വഴി വന്നാലും 1 നിന്ന് 2 സമയത്ത് ഒരു തെർമോഡൈനാമിക് വേരിയബിളിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ അത്തരം വേരിയബിളിന് എന്ത് പറയും? പോയിൻ്റ് ഫംഗ്ഷൻ എന്ന് പറയും. എക്സാമ്പിൾ വോളിയം എടുക്കുക. ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ക്യൂബാണ്, ഇവിടെ 5 മീറ്റർ ക്യൂബാണ്. ഞാൻ പാത്ത് എ വഴി വന്നു, പാത്ത് ബി വഴി വന്നു, എങ്ങനെ വന്നാലും ഇവിടെ 2 വോളിയം എത്രയാണ്? 5 മീറ്റർ ക്യൂബാണ്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ, പ്രഷർ ഏത് വഴി വന്നാലും ഏത് പാത്ത് വഴി വന്നാലും ഇവിടെ എത്തുന്ന സമയത്ത് എൻഡ് സ്റ്റേറ്റിലെത്തുന്ന സമയത്ത് ആ തെർമോഡൈനാമിക് വേരിയബിളിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതായത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. അത്തരം വേരിയബിൾസിനെയാണ് പോയിൻ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? എൻഡ് സ്റ്റേറ്റിനെ. ഈ ഒരു സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, അല്ലാണ്ട് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അത്തരം വേരിയബിൾസാണ് പോയിൻ്റ് ഫംഗ്ഷൻ. എക്സാമ്പിൾ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം എക്സെട്ര. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞാണ്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പോയിൻ്റ് ഫംഗ്ഷനാണ്. ദ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഡ്യൂറിങ് എ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻഡ് സ്റ്റേറ്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. ഓൾറെഡി പറഞ്ഞു തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് അതെന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പോയിൻ്റ് ഫംഗ്ഷനാണ്. അത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എൻഡ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ആ ഒരു സ്റ്റേറ്റിൽ എങ്ങനെ എത്തി, ഏത് പാത്ത് വഴി എത്തി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല. പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ പറയുന്നത് ഹീറ്റും വർക്കുമാണ്. അതെന്തല്ല? സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല. ഓക്കെ. ദീസ് ആർ ദ റെഫറൻസ് ബുക്ക് യൂസ്ഡ് ഫോർ ദി കോഴ്സ്.